കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലും വലിയ ചർച്ചകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ ഇവരിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിശകലനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാനുണ്ട്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെല്ലാം തന്നെ തികച്ചും അനിവാര്യമാണെന്നുള്ളതാണ് വാസ്തവമായ കാര്യം. കേരളത്തിന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കേണ്ട പരിപൂർണമായ ഉത്തരവാദിത്വം അതുപോലെ അധികാരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മാത്രമാണ്. UDF-ലെ ഘടകകക്ഷികൾക്ക് പോലും ഈ തീരുമാനത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ കോൺഗ്രസിന്റെ തികച്ചും ആഭ്യന്തരപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് കുളം കലക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേക വ്യക്തികളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് മൂന്നാം ഭരണം കിട്ടിയില്ല എന്നുള്ളൊരു ചൊരുക്ക് മാറുന്നതിന് മുന്നേ തന്നെ ഇപ്പോഴത്തെ ഏത് വിധേനയും കോൺഗ്രസിനുള്ളിൽ അടിയുണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചിലരുടെ വ്യക്തമായ ലക്ഷ്യമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഞാനിങ്ങനെ പറയുന്നതിനും പിന്നിൽ തന്നെ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസ് മത്സരിച്ച 93 സീറ്റുകളിലോ അല്ലെങ്കിൽ UDF ആകെ മത്സരിച്ച 140 മണ്ഡലങ്ങളിലോ എവിടെയെങ്കിലും ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസോ മുന്നണിയോ ഒരിടത്തും എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യവും. ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയത് കൊണ്ടല്ല കേരളത്തിലെ ജനങ്ങൾ UDF-ന് വോട്ട് നൽകിയത്. അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും UDF എന്ന മുന്നണിക്കും ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയുടെ ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ഈ വമ്പൻ വിജയം ഇന്നയാളെ കണ്ടിട്ടാണ് ഉണ്ടായതെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. KC-ക്കും RC-ക്കും VD സതീശനും ഒക്കെ തന്നെ അവരുടേതായ വലിയ ഫാൻ ബേസുകൾ കേരളത്തിലുണ്ടാകാം. പക്ഷേ ആ ഫാൻ ബേസുകളോ അല്ലെങ്കിൽ അവരുടെ അളവോ തൂക്കമോ വ്യാപ്തിയോ നോക്കിയല്ല കോൺഗ്രസ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളുടെയോ കമന്റുകളുടെയോ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടി വരുന്ന അത്ര ഗതികെട്ടൊരു സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്, ലോകത്തിൽ തന്നെ വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഇപ്പോഴില്ല എന്നുള്ള കാര്യം ഈ ചർച്ചകൾ നടത്തുന്ന ഓർക്കുന്നത് കൂടി നന്നായിരിക്കും. ഇതിനിടയിലാണ് കെ.സി. വേണുഗോപാലിനെതിരെയും AICC-ക്കെതിരെയും വളരെ ആസൂത്രിതമായ രീതിയിൽ പെയ്ഡ് ഹേറ്റ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് ഒന്നും ചെയ്യാത്ത കെ.സി. ഇപ്പോൾ നൂലിൽ കെട്ടി ഇറക്കുന്നു എന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള പഴഞ്ചൊല്ല് പോലെയാണ് ഈ പ്രചരണങ്ങളെല്ലാം സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും നേതാക്കളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു നുണപ്രചരണത്തിൽ വീണു പോകുന്നവരും ഉണ്ടാകാം. അവരോടായി ചില കാര്യങ്ങൾ കൂടി വളരെ ഗൗരവത്തിൽ വളരെ വ്യക്തമായി പറയാനുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഇത്ര വലിയ വിജയം നേടിക്കൊടുക്കാൻ രാത്രി പകലാക്കി അക്ഷീണ പ്രയത്നം നടത്തിയ AICC തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ഓരോ മണ്ഡലത്തെയും അവിടെക്കുറിച്ച് അല്ലെങ്കിൽ ആ മണ്ഡലത്തെക്കുറിച്ച് AICC നടത്തിയ പഠനങ്ങളും അവർ രൂപീകരിച്ച തന്ത്രങ്ങളും നേരിട്ടുള്ള ഇടപെടലുകളുമാണ് ഈ വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. കേരളത്തിൽ ജയിക്കാൻ ആവശ്യമായ ഒരു കളം ഒരുക്കുക മാത്രമാണ്, അല്ലെങ്കിൽ ഒരുക്കിയത് തന്നെ ഹൈക്കമാൻഡ് ആണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യവുമല്ല. 2021 കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായി വിലയിരുത്തി ഒരു പുതിയ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരാൻ AICC തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം എത്രത്തോളം ശരിയായിരുന്നു എന്ന് പിന്നീടുള്ള വർഷങ്ങൾ നമുക്ക് തെളിയിച്ചു തന്നതാണ്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. AICC എടുക്കുന്ന തീരുമാനങ്ങൾ പിഴയ്ക്കാറില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കാൾ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരാളെ നിശ്ചയിക്കുമ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാട് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. ഭരണപരിചയം, സംഘടനാപരമായ വൈദഗ്ധ്യം, ജാതിമത സമവാക്യങ്ങൾ കോർത്തിണയ്ക്കുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലെ മികവ്, മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി എന്നിവയെല്ലാം ഇഴകീറി പരിശോധിച്ചായിരിക്കും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക, നിശ്ചയിക്കുക. ഇത്തവണത്തെ UDF തരംഗത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് CPM-ൽ നിന്നുള്ള വോട്ടുകൾ UDF മണ്ഡലങ്ങളിലേക്ക് ഒഴുകി എന്നുള്ളതാണ്. അതുപോലെ തന്നെ UDF-ലേക്ക് ഇടതടവില്ലാതെ ഒഴുകിയെത്തി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ കണ്ടിട്ടൊന്നുമല്ല, മറിച്ച് G. സുധാകരൻ അടക്കമുള്ള CPM-ലെ പ്രമുഖരായ വിമത നേതാക്കളെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ AICC കാണിച്ച തൻ്റെ ഇടം കൊണ്ട് മാത്രമാണ്. കെ.സി. വേണുഗോപാലും ഹൈക്കമാൻഡിന് ചേർന്നെടുത്ത ആ രാഷ്ട്രീയ തീരുമാനം വലിയ മാറ്റമാണ് താഴെത്തട്ടിലെല്ലാം ഉണ്ടാക്കിയതും. സ്ഥാനാർത്ഥി നിർണയ സമയത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേക നിരീക്ഷകരെ വെച്ച് കാര്യങ്ങൾ പഠിച്ചത് AICC ആണ്. അതുകൊണ്ടാണ് വിമത ശല്യമില്ലാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന് സാധിച്ചത്. ഗ്രൂപ്പ് നോക്കാതെ ജയസാധ്യത മാത്രം നോക്കി AICC പ്രഖ്യാപിച്ച പല സ്ഥാനാർത്ഥികളും
പരാജയപ്പെടുമെന്ന് വിശ്വസിച്ച ഒരു വലിയ വിഭാഗം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. തൃക്കരിപ്പൂരിലെ സന്ദീപ് വാര്യർ, കണ്ണൂരിലെ ടി മോഹനൻ, ഏലത്തൂരിലെ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിലെ VT സൂരജ്, നാദാപുരത്തെ KM അഭിജിത്ത്, കോഴിക്കോട് നിറത്തിലെ K ജയന്ത്, തവനൂരിലെ VS ജോയി, ആലപ്പുഴയിലെ AD തോമസ്, പാലക്കാട്ടെ രമേശ് പിഷാരടി, ചിറ്റൂരിലെ സുമേഷ് ശശിധൻ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ രാജൻ പല്ലൻ, കൊടുങ്ങല്ലൂരിലെ OJ ജനീഷ്, പെരുമ്പാവൂരിലെ മനോജ് മുത്തേടൻ, തൃപ്പൂണിത്തറയിലെ ദീപക് ജോയി, കൊച്ചിയിലെ മുഹമ്മദ് ഷിയാസ്, ഏറ്റുമാനൂരിലെ നാട്ടകം സുരേഷ്, വൈക്കത്തെ K ബിനിമോൻ, പൂഞ്ഞാറിലെ MJ സെബാസ്റ്റ്യൻ, കായംകുളത്തെ M ലിജു, റാന്നിയിലെ പഴകുളം മധു, അതുപോലെ തന്നെ ചടയമംഗലത്തെ MM നഫ്സീർ, വാമനപുരത്തെ സുധീർ ഷാ പാലോട്, ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്യാറ്റിൻകരയിലെ N ശക്തൻ, ചിറയൻകീഴിലെ രമ്യ ഹരിദാസ്, കൊല്ലത്തെ ബിന്ദു കൃഷ്ണ എന്നിവർക്കൊന്നും വിജയസാധ്യതയില്ലെന്ന് പലരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊന്നും കൂടാതെ CPM വിട്ടു വന്ന G സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിക്കില്ല എന്നും B കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും പരാജയപ്പെടുമെന്നും വിധി എഴുതിയവർ ഏറെയാണ്. എന്നാൽ ഫലം വന്നപ്പോൾ ഇവരെയെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി. AICCയുടെ കണക്ക് കൂട്ടലുകൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്നതും. 95 മുതൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് AICC നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ പല നേതാക്കളെയും പർവ്വതീകരിച്ച് കാണിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടിയായിരിക്കാം. എന്നാൽ ഒരാൾ മികച്ചു എന്നതും അല്ലെങ്കിൽ ഒരാളുടെ മികച്ചവൻ എന്നത് മാധ്യമങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ മോശമാക്കിക്കൊണ്ടാകരുത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 പേരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. 3 പേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ 3 പേരും മികച്ച നേതാക്കളുമാണ്. മാധ്യമങ്ങൾ വിധി എഴുതുന്നത് പോലെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുകയുമില്ല. കഴിവും അതുപോലെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ തന്നെ അവർ കണ്ടെത്തുകയും ചെയ്യും. 2011 ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നപ്പോഴും 2016 രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോഴും 2021 സതീശനെ ഇപ്പോൾ കാണുന്ന നേതാവാക്കി മാറ്റിയപ്പോഴുമെല്ലാം, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നപ്പോഴുമെല്ലാം ഹൈക്കമാൻഡ് തീരുമാനം ശരിയാണെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തവണയും ആ തെറ്റില്ലാത്ത തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. K സുധാകരൻ്റെ പല ആഗ്രഹങ്ങൾക്കും തടയിട്ടുകൊണ്ട് AICC അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ ബഹളം ഉണ്ടാക്കി ഹൈക്കമാൻഡിനെ തിരുത്തിക്കാമെന്നത് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അവർക്കാണ് തെറ്റുന്നത്. കോൺഗ്രസിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള സങ്കുചിതമായ ചിന്തകൾക്ക് പിന്നാലെ പോവുകയും ചെയ്യരുത്. എല്ലാ ഘടകങ്ങളെയും മാനിച്ചുകൊണ്ട് വിശാലമായ താല്പര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുക. യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അത് അങ്ങനെ സമാധാനിക്കുകയും വേണം. കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ മാറ്റത്തിന് വോട്ട് ചെയ്തത് ഏതെങ്കിലും ഒരാളെ മാത്രം വിശ്വസിച്ചല്ല. പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ശക്തമായ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ആ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ AICC തയ്യാറാക്കിയ തന്ത്രങ്ങളെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യവും. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനോ കഴിഞ്ഞ കുറച്ചു കാലമായി ഭരണകൂടത്തിന് സാധിച്ചിരുന്നില്ല. ഈ ഒരു വിടവിലേക്കാണ് കോൺഗ്രസ് കൃത്യമായി ഇടപെട്ടത്. ഓരോ സാധാരണ പ്രവർത്തകനും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വിജയമാണ് ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ UDFനും ലഭിച്ചിരിക്കുന്നത്. ഈ വിജയത്തെ ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിയുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത് ആ താഴെത്തട്ടിൽ പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ അധ്വാനത്തെ അപമാനിക്കുന്നതിന് കൂടി തുല്യമാണ്. കോൺഗ്രസിനുള്ളിലെ ഓരോ ഗ്രൂപ്പ് വഴക്കുകളും അവസാനിപ്പിച്ച് എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ഹൈക്കമാൻഡിന് സാധിക്കുകയും ചെയ്തു. ഗ്രൂപ്പിനേക്കാൾ ഉപരി പാർട്ടിയാണ് വലുതെന്ന് ഓരോ നേതാവിനെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതാണ് ഇത്ര വലിയ വിജയത്തിൻ്റെ ആ മഹാരഹസ്യവും. ഡൽഹിയിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച AICC നേതൃത്വത്തിന് ഈ വിജയത്തിൽ വലിയ പങ്ക് തന്നെയുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളം ഈ വിധി എഴുതിയിരിക്കുന്നത്. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയുമില്ല. സോഷ്യൽ മീഡിയയിലെ വെട്ടിക്കളി കൂട്ടങ്ങൾ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പെയ്ഡ് കമന്റുകൾ കൊണ്ടോ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് പറയുന്നത്. കേരളത്തിന്റെ ശരിയായ വികസനത്തിനും മതേതരത്വത്തിന്റെ കാവലാളാകാനും ആർക്കാണ് സാധിക്കുക എന്നവർക്ക് നന്നായി അറിയുകയും ചെയ്യാം. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ അത് കണ്ട് ആരും ആകുലപ്പെടേണ്ടതുമില്ല. പക്വതയുള്ള ഒരു നേതൃത്വം കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും. അതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ചെയ്യേണ്ടതും. പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരുകൾക്ക് വഴിമരുന്നിടാൻ ആരും ശ്രമിക്കരുത്. നമ്മുടെ ലക്ഷ്യം കേരളത്തിൻ്റെ പുരോഗതിയാണ്. അതിന് മികച്ച നേതൃത്വം തന്നെ ഉണ്ടാവുകയും വേണം. ആ നേതൃത്വത്തെ AICC ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ ചർച്ചകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈക്കമാൻഡ് തീരുമാനം വരുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. ജനങ്ങൾ നമുക്ക് നൽകിയ ഈ വലിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് കേരളത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ നേതാവിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം.